എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം മത്സരങ്ങളുടെ സമയമാണ്. തദ്ദേശ സ്വയം തിരഞ്ഞെടുപ്പിൽ പത്രിക കൊടുക്കുന്ന ദിവസങ്ങൾ ഇന്നലെ അവസാനിച്ചു. ആരൊക്കെ കൊടുത്തു, ആരൊക്കെ ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നു, ആർക്കൊക്കെ പിന്തുണ ലഭിച്ചു, ആർക്കൊക്കെ പിന്തുണ ലഭിക്കാതെ പോയി, ആരൊക്കെ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ അപ്സെറ്റായി, ആരൊക്കെ പാർട്ടി മാറി, ആരൊക്കെ ഇതുവരെ ചെയ്തതിൻ്റെ ഫലം കിട്ടാത്തതിൽ മനസ്സ് തോന്നു വേദനിപ്പിച്ച് പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയി. ഇതൊക്കെ ഇങ്ങനെ ഈ കോലാഹലങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് കാണാം പത്രവാർത്തകളിൽ കൂടി പലരും, ചിലർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലവർ അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഇതൊക്കെ നടക്കുന്ന ആഷ്പുഷ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആരും വിവരമുള്ളവർ ഇതിനെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടാറില്ല. കാരണം ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഏതൊരു കാര്യവും നാം വിചാരിച്ചത് നടക്കണമെന്നില്ല. അതായത് നാം വിചാരിച്ചത് നടന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ധനികരായിരിക്കും. ആരും തന്നെ ദരിദ്രം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, അവർക്ക് വേണ്ടത് ലഭിക്കണം. ഇതാണ് ഈശ്വരനോട് പറയാനുള്ളത്. നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും പോയാൽ ആൾക്കാർ ഈ ഈശ്വരൻ്റെ സന്നിധാനത്ത് എത്തുന്നത് അവരുടെ ആവശ്യങ്ങൾ നിവേദനം കൊടുക്കാനാണ്. എന്നാൽ ഈശ്വരൻ എന്നുള്ള മഹാശക്തി, ആ മഹാപ്രപഞ്ചം എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടതുണ്ടെന്ന് ആ ശക്തിക്കറിയാം. അത് ചെയ്തുകൊണ്ടേയിരിക്കും. നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്യുക, ആർക്കും ദോഷം വരാത്ത രീതിയിൽ, നല്ലത് വരുന്ന രീതിയിൽ, നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ നാം നമ്മുടെ പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി എത്ര നല്ല രീതിയിൽ ചെയ്താലും, ബുദ്ധിമുട്ടിയാലും, കഷ്ടപ്പെട്ട് എത്ര ത്യാഗങ്ങൾ സഹിച്ചും നാം ചെയ്യുന്ന പ്രവൃത്തി ഒരു പക്ഷേ എന്തെങ്കിലും തടസ്സം സൃഷ്ടിച്ചേക്കാം. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് വേണ്ടി മാത്രം, ആ കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഈശ്വരൻ കൊടുത്ത ശിക്ഷയെ കാണരുത്, അതൊരു പരീക്ഷണമായി കാണുക. ഏത് വിജയത്തിൻ്റെയും പിന്നിൽ അതിൽ വേണ്ടത് ആ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു ഉറച്ച വിശ്വാസമാണ്. നാം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വേളയിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. ആ ഒരു വിശ്വാസമുണ്ടായാൽ മാത്രം മതി. രണ്ടാമത്, നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണ്. നാം എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തടസ്സമുണ്ടായാൽ അതിന് എവിടെയോ ചെറിയൊരു തടസ്സം സംഭവിച്ചു. അത് ശ്രദ്ധിക്കുക, ആ തടസ്സത്തെ കണ്ടെത്തുക, അതിനെ ദൂരീകരിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ പകൽ എല്ലാ വ്യക്തികളും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എത്തേണ്ട ലക്ഷ്യസ്ഥാനം, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് തന്നെയായിരുന്നാലും അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കിട്ടുക. അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വഴിവെച്ച് മുടക്കാതെ, പിന്തിരിഞ്ഞോടാതെ തിരിഞ്ഞു നടക്കുന്ന സ്വഭാവം ഒരു മനുഷ്യനുണ്ടാകുക. ട്രൈ ചെയ്യുക. വിജയം വരയ്ക്കും നിങ്ങൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ പറ്റും. തടസ്സങ്ങൾ ഒരു സാധാരണയായി കാണുക. അത് ഒത്തിരി മനുഷ്യർ നിങ്ങളുടെ മുന്നിൽ ഫെയിലായി പോകുന്നുണ്ട്, അതിൽ അവർ അപ്സെറ്റ് ആകുന്നുണ്ട്. ചിലവർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ മൊത്തം തീർന്നു, സ്വസ്ഥതയില്ലാതെ അലിഞ്ഞു കിടക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യമില്ല. എവിടെ എന്തെങ്കിലും അപാകത പറ്റിയെങ്കിൽ അതിലെന്തോ അപാകതയിൽ വഴിയൊരുപ്പുണ്ട്. അത് കണ്ടുപിടിച്ച് അതിനെ ആ കോട്ടങ്ങളെ ഇല്ലാതാക്കി ഒന്നുകൂടെ ട്രൈ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനും വലിയൊരു വിജയത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഏത് ബുദ്ധിമുട്ടിനെയും തരണം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം ത്തിനുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക. ആരുടെ മുന്നിലും നിങ്ങൾ തോക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുന്നിൽ നിങ്ങൾ സത്യമായി മുന്നേറുക. നിങ്ങളുടെ ജയം എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല
ഒരു ദിവസത്തിൻ്റെ തുടക്കം കുറിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ അഭിവാദനങ്ങളും നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.